പ്രിയമുള്ളവരെ, FSSAയുടെ പുതിയ അമെൻഡ്മെന്റുകൾ പ്രകാരം ഫുഡ് സേഫ്റ്റി ലൈസൻസിന് പെർപെച്വൽ വാലിഡിറ്റി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ലൈസൻസുകൾ ഇനി എക്സ്പയർ ആവുകയില്ല. ലൈസൻസിന് ലൈഫ് ലോങ് വാലിഡിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ വർഷവും പിന്നെ ഫീസ് അടയ്ക്കേണ്ടതുണ്ടോ? റിന്യൂവൽ ഏതായാലും ചെയ്യണ്ട, അതുകൊണ്ട് ഒരു ഫീസ് അടക്കണോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഫീസ് അടയ്ക്കേണ്ടത് എന്നൊക്കെ പല ആളുകളും സംശയം ചോദിക്കുകയുണ്ടായി. ലൈസൻസ് എക്സ്പയർ ആകുന്നത് മൂലമുണ്ടാകുന്ന FBOs ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. സാധാരണഗതിയിൽ നേരത്തെയൊക്കെ ഫുഡ് സേഫ്റ്റി ലൈസൻസ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ ആ ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞ അന്ന് മുതൽ പിന്നീട് ലൈസൻസ് പുതുക്കണമെങ്കിൽ ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞ് 3 മാസത്തിനുള്ളിലാണെങ്കിൽ ഫീസിന്റെ 3 ഇരട്ടിയും, 3 മാസം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിലാണെങ്കിൽ ഫീസിന്റെ 5 ഇരട്ടിയുമൊക്കെ പിഴ അടച്ചെങ്കിൽ മാത്രമേ പുതുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ഇനി മുതൽ അങ്ങനെ ലൈസൻസ് എക്സ്പയർ ആവുകയില്ല. ലൈസൻസിന് ലൈഫ് ലോങ് വാലിഡിറ്റിയാണ്. പിന്നെ ഓരോ വർഷവും അല്ലെങ്കിൽ ഫീസ് ഇനത്തിൽ എന്തെങ്കിലും അടയ്ക്കേണ്ടതുണ്ടോ എന്ന് പല ആളുകളും സംശയം ചോദിക്കുകയുണ്ടായി. നിർബന്ധമായിട്ടും ആനുവൽ ഫീകൾ കൃത്യമായിട്ട് അടയ്ക്കേണ്ടതുണ്ട്. അതായത് രജിസ്ട്രേഷൻ ആണെങ്കിൽ 100 രൂപയും, സ്റ്റേറ്റ് ലൈസൻസിനാണെങ്കിൽ 5000 രൂപയും, സെൻട്രൽ ലൈസൻസിനാണെങ്കിൽ 7500 രൂപയുമാണ് നിലവിൽ ഫീസ് ഇനത്തിൽ അടയ്ക്കേണ്ടത്. അത്തരത്തിൽ ഫീസുകൾ അടക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് 1 വർഷത്തേക്കോ 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ എത്ര വർഷത്തേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് അടക്കാവുന്നതാണ്. അതായത് ഓരോ വർഷവും ആ വർഷത്തിൽ ഏതെങ്കിലും ഒരു കാലയളവിൽ നിങ്ങൾക്ക് ഫീസ് അടച്ചാൽ മതിയാകും. അങ്ങനെ അടക്കുന്ന ഫീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ചടക്കാം. വലിയൊരു വിഭാഗം ഫുഡ് ബിസിനസ് ഓപ്പറേറ്റേഴ്സും രജിസ്ട്രേഷൻ കാറ്റഗറിയിലേക്ക് വന്നു. രജിസ്ട്രേഷന്റെ ഫീസ് ആകെ 100 രൂപയാണ്. അങ്ങനെ നോക്കുമ്പോൾ 10 വർഷത്തേക്ക് ആകെ വരുന്നത് 1000 രൂപയാണ്. 20 വർഷത്തേക്ക് ആകെ വരുന്നത് 2000 രൂപയാണ്. 2000 രൂപ ഫീസ് അടച്ചു കഴിഞ്ഞാൽ 20 വർഷത്തേക്ക് നിങ്ങൾക്ക് പിന്നീട് ഫീസ് അടയ്ക്കേണ്ടതായി വരുന്നില്ല. ആ രീതിയിൽ ഫീസുകൾ ഒരുമിച്ച് അടക്കാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് ആ വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോ വർഷത്തെയും ഫീസും അങ്ങനെ അടക്കാം. അതല്ലെങ്കിൽ ഒരുപാട് വർഷത്തെ ഫീസ് ഒരുമിച്ച് അടക്കാം. ഏതായാലും ആനുവൽ ഫീകൾ കൃത്യമായിട്ട് അടയ്ക്കേണ്ടതുണ്ട്. ലൈസൻസിന്റെ എക്സ്പയറി അല്ലെങ്കിൽ ലൈസൻസിന്റെ വാലിഡിറ്റിയിലാണ് മാറ്റം വന്നിരിക്കുന്നത്. അതായത് ലൈസൻസിന് ലൈഫ് ലോങ് വാലിഡിറ്റി ഉണ്ട്. ഫുഡ് സേഫ്റ്റി ഓഫീസറോ അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് ഓഫീസറോ രജിസ്ട്രേഷനോ ലൈസൻസോ ക്യാൻസൽ ചെയ്യാതെ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങളുടെ ഫുഡ് സേഫ്റ്റി ലൈസൻസിന് ലൈഫ് ലോങ് വാലിഡിറ്റി ഉണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾ ഓരോ വർഷത്തെയും ഫീസ് കൃത്യമായി അടച്ചു പോകേണ്ടതുണ്ട്. അത് ഒരുമിച്ചോ അല്ലെങ്കിൽ ഓരോ വർഷങ്ങളിലായിട്ടോ നിങ്ങൾക്ക് അടക്കാവുന്നതാണ്.